ഗൂഗിൾ മീറ്റിലൂടെ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന 3 യൂസ്ഫുൾ ആഡ്-ഓൺസ് അഥവാ 3 എക്സ്റ്റൻഷനുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഗൂഗിൾ ക്രോം എക്സ്റ്റൻഷൻസ് ആണ് ഇവ മൂന്നും. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്രോം വഴി ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്നവർക്കാവും ഇത് ഉപയോഗിക്കാനാവുക. ഈ എക്സ്റ്റൻഷൻസൊക്കെ എങ്ങനെ എഫക്റ്റീവായി ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നറിയാൻ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിലവിൽ ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ അറ്റൻഡൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് എടുക്കുക എന്ന് പറയുന്നത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ്. എസ്പെഷ്യലി ഇതുപോലെ നമ്മുടെ പാർട്ടിസിപ്പൻസിൻ്റെ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്ത് മാനുവലി എൻ്റർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ്. ഇത്തരത്തിൽ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിന് അവരുടെ സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് ഓട്ടോമാറ്റിക്കലി മാർക്ക് ചെയ്യാൻ ഒരു മാർഗ്ഗമുണ്ട്. അത് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഗൂഗിൾ മീറ്റിൻ്റെ ഇൻബിൽറ്റ് ഫീച്ചർ അല്ല, നമ്മൾ മറ്റൊരു രീതിയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു എക്സ്റ്റൻഷൻ പോലെ അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഫീച്ചറാണിത്. അത് ആക്സസ് ചെയ്യാനായിട്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മീറ്റ് അറ്റൻഡൻസ് എന്ന ഗൂഗിൾ ക്രോമിലൂടെ മാത്രം ആക്സസ് ചെയ്യാവുന്ന ഒരു ക്രോം എക്സ്റ്റൻഷനാണിത്. ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക മീറ്റ് അറ്റൻഡൻസ് ക്രോം എക്സ്റ്റൻഷൻ എന്ന്. അപ്പോൾ അതിൽ ഫസ്റ്റ് റിസൾട്ട് തന്നെ മീറ്റ് അറ്റൻഡൻസ് എന്നുള്ള ആ ഒരു റിസൾട്ട് ആയിരിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇത്തരത്തിലൊരു സ്ക്രീൻ ആയിരിക്കും വിസിബിൾ ആവുക. ഇവിടെ ആഡ് ടു ക്രോം എന്നൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. ദെൻ അത് ആഡ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മേളിൽ ഇവിടെ പോപ്പപ്പ് ആയിട്ട് വരും, അത് ക്ലിക്ക് ചെയ്യുക. മീറ്റ് അറ്റൻഡൻസ് എന്ന ക്രോം എക്സ്റ്റൻഷൻ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇതുപോലെ നമ്മുടെ മീറ്റിംഗ് സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ പാർട്ടിസിപ്പൻസിൻ്റെ ലിസ്റ്റ് ടോപ്പ് റൈറ്റ് സൈഡിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തുകൊണ്ട് മാത്രം നമുക്കിവിടെ കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ കാണാം. 2 ടോഗിൾ ബട്ടൺസും അതുപോലെ തന്നെ 2 പേജസ് ആഡ് ചെയ്യുന്ന രീതിയിൽ 2 ഐക്കൺസൊക്കെ എക്സ്ട്രാ ഇവിടെ കാണാം. അപ്പോൾ ആ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്തുകൊണ്ട് വന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ആ ഓപ്ഷൻസ് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഞാനിനി പറയാം. അതായത് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതായത് നമ്മൾ ഈ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് ഈ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എടുക്കുന്ന ഈ അറ്റൻഡൻസ് എല്ലാം സേവ് ആവുന്നത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്കാണ്. അപ്പോൾ അത്തരത്തിലൊരു ഗൂഗിൾ ഷീറ്റായിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റായിട്ടാണ് ഇത് സേവ് ആവുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിനും നിങ്ങൾക്ക് സെപ്പറേറ്റ് ഷീറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഐക്കൺ ഉദ്ദേശിച്ചേക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആ ഷീറ്റിനുള്ളിൽ തന്നെ ആ ഒരു സ്പ്രെഡ്ഷീറ്റിനുള്ളിൽ തന്നെ മറ്റൊരു പേജ് കൂടെ വേണേൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ബട്ടൺ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പറയുന്ന രീതിയിൽ അറ്റൻഡൻസ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അത് നിങ്ങൾക്ക് ഫുൾ ടൈം ഓണാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കെല്ലാം അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് മാറി കയറുന്നതോ അല്ലെങ്കിൽ ലെഫ്റ്റായിട്ട് പിന്നെയും ജോയിൻ ചെയ്യുന്നതോ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. അതിന് തൊട്ടപ്പുറത്തെ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ പാർട്ടിസിപ്പൻസിൻ്റെയാണ് കുറേ അധികം ഉണ്ട്, അല്ലെങ്കിൽ ഒരു 10-200 പാർട്ടിസിപ്പൻസ് അടുത്തുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഓട്ടോമാറ്റിക് സ്ക്രോൾ ബട്ടണാണ്. ഈ പറയുന്ന ലിസ്റ്റിലൂടെ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന എക്സ്റ്റൻഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ. അപ്പോൾ ഈ 2 ഓപ്ഷൻസും എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് എടുക്കണം. അതിനുശേഷം അറ്റൻഡൻസ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്വിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ടോഗിൾ ബട്ടൺ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ് തീരുന്ന സമയത്താണ് പിന്നെയും അറ്റൻഡൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ജസ്റ്റ് ഓൺ ആക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ എന്താണ് പ്രത്യേകത അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ മീറ്റ് അറ്റൻഡൻസ് എന്ന ക്രോം എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറ്റൻഡൻസ് എടുക്കാൻ സാധിക്കുന്നത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ച് ഈ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം റൈറ്റ് സൈഡിൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് 2 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പീപ്പിളിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലൊരു 2 എന്നൊരു ഓപ്ഷൻ കാണാം. അതായത് നമ്മുടെ സ്പ്രെഡ്ഷീറ്റിലേക്ക് ഈ പറഞ്ഞ 2 വാല്യൂസാണ് അല്ലെങ്കിൽ 2 പേര്, ഇതിലെ പാർട്ടിസിപ്പൻസ് എത്ര പേരാണോ അത്രയും ആൾക്കാരുടെ എണ്ണം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ആ സ്പ്രെഡ്ഷീറ്റിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈ സ്പ്രെഡ്ഷീറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ തവണ ആളുകൾ ജോയിൻ ചെയ്യുമ്പോഴും ഇത്തരത്തിലൊരു ലോഗ് പോലെ ഇവിടെ ക്രിയേറ്റഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഇവിടെ ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അതായത് 1:25 ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഒരാൾ മാത്രമായിരുന്നു ഈ ഒരു മീറ്റിങ്ങിലുണ്ടായിരുന്നത്. അതിനുശേഷം 1:29 ആയപ്പോഴാണ് ഞാനിവിടെ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സമയത്തും ഓരോ സ്റ്റുഡൻസ് ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ലെഫ്റ്റ് ആവുന്നതും എല്ലാം നമുക്ക് ഇതിലൂടെ അറിയാം. അതുപോലെ ഇങ്ങനെ ഓരോ റോ ഓരോ ടൈമിലും ഓരോ ആക്ടിവിറ്റീസ് നടക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴും ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു അവറിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ എത്ര പേര് ഏതൊക്കെ ടൈമിലാണ് വന്നേക്കുന്നത്, ഏതൊക്കെ ടൈമിലാണ് പോയേക്കുന്നത്, അവരെത്രത്തോളം ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എത്രത്തോളം ക്ലാസ് കേട്ടിട്ടുണ്ടാവും എന്നൊക്കെ നമുക്ക് ഇതുവഴി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറ്റൻഡൻസ് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യാൻ ഈ പറഞ്ഞ മീറ്റ് അറ്റൻഡൻസ് എന്ന ക്രോം എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാവുന്നതാണ്.
ഗൂഗിൾ മീറ്റിലൂടെ ക്ലാസ് എടുക്കുന്നവർക്കറിയാം, ഗൂഗിൾ മീറ്റിൻ്റെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ലേഔട്ടിൽ നമുക്ക് 16 സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ 16 പേരുടെ വിഷ്വൽ മാത്രമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ സ്റ്റുഡൻസ്, മിക്ക ക്ലാസ്സുകളിലും 16 കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റുഡൻസിനെ എല്ലാം നമുക്കിതിൽ വിസിബിൾ ആവണം, അല്ലെങ്കിൽ അവരുടെ എല്ലാം വിഷ്വൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ക്രോം എക്സ്റ്റൻഷൻ ഉപയോഗിക്കാം. അതുവഴി നമുക്ക് ഏകദേശം 200 സ്റ്റുഡൻസിൻ്റെ വരെ അല്ലെങ്കിൽ 200 പാർട്ടിസിപ്പൻസിൻ്റെ വരെ വിഷ്വൽ നമുക്കിതിലേക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനായി ക്രോം വെബ് സ്റ്റോറിൽ ഗൂഗിൾ മീറ്റ് ഗ്രിഡ് വ്യൂ എന്ന് സെർച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുന്നത്തെ മീറ്റ് അറ്റൻഡൻസ് ഇതിലേക്ക് ക്രോമിലേക്ക് ആഡ് ചെയ്തതുപോലെ തന്നെ അത്തരത്തിൽ സെർച്ച് ചെയ്യുക. ദെൻ ഇവിടെ നമുക്ക് ആഡ് ടു ക്രോം എന്നൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ആഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ് ഒരു പോപ്പപ്പ് ഉണ്ടാവും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സ്റ്റൻഷൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഗൂഗിൾ മീറ്റിൻ്റെ സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേക്കും കാണാം പാർട്ടിസിപ്പൻസ് ലിസ്റ്റിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് മറ്റൊരു വിൻഡോയും കൂടെ അല്ലെങ്കിൽ ചെറിയൊരു ഐക്കണും കൂടെ കാണാം. ഐക്കൺ, അതായത് നമ്മൾ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഐക്കൺ അവിടെ വിസിബിൾ ആയിരിക്കുന്നത്. അതിൽ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാം. നമുക്ക് 200 പാർട്ടിസിപ്പൻസ് വരെ അല്ലെങ്കിൽ 200 പാർട്ടിസിപ്പൻസിന് വരെ കാണാമെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ നമുക്ക് ഫർദറായിട്ടുള്ള സെറ്റിങ്സ് ഇവിടെ കാണാം. ഈ പറയുന്ന രീതിയിൽ വീഡിയോ ഓണാക്കി വെച്ചേക്കുന്ന പാർട്ടിസിപ്പൻസിനെ മാത്രം നമുക്ക് കാണാം. അല്ല എന്നുണ്ടെങ്കിൽ സ്പീക്കേഴ്സ്, ഈ പറയുന്ന രീതിയിൽ അതിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ മാത്രം ഇതിൽ സ്ക്രീനുകൾ നമുക്ക് അല്ലെങ്കിൽ അവരുടെ മാത്രം വിഷ്വലുകൾ നമുക്കിതിലേക്ക് വിസിബിൾ ആക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെയും കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആവാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഇത്തരത്തിലൊരു വ്യൂ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്ക്രീൻ ക്യാപ്ചർ മോഡ് അതുപോലുള്ള കുറച്ച് അഡ്വാൻസ്ഡ് സെറ്റിങ്സും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായും ഇത് യൂസ്ഫുൾ ആവുന്നത് ഈ പറയുന്ന രീതിയിൽ വെബിനാറോ അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻറ്റേഷനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു ഫീച്ചറിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ പാർട്ടിസിപ്പൻസ് ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫീച്ചറിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇതൊരു ഓപ്ഷണലായിട്ടൊരു എക്സ്റ്റൻഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്കറിയാം ഗൂഗിൾ മീറ്റിലൂടെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാനൊരു ഓപ്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് എൻ്റെ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് വിൻഡോ പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്രോം ടാബ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതുപോലുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. എന്നിരുന്നാലും നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് സെയിം സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സെയിം ലാപ്ടോപ്പിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കത് രണ്ടും കൂടെ ഒരേ രീതിയിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പേജസ് സ്ക്രോൾ ചെയ്ത് നമുക്ക് വിഷ്വൽ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാനോ അതുപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിലെ ഇൻബിൽറ്റ് ഫീച്ചറുകൾ കൊണ്ട് നടക്കുന്നതല്ല. സോ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നമുക്ക് ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസും ഒരേപോലെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്ന ഒരു എക്സ്റ്റൻഷൻ ഈ പറയുന്ന ഗൂഗിൾ മീറ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ആ എക്സ്റ്റൻഷൻ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ക്രോമിൻ്റെ വെബ് സ്റ്റോറിൽ ഡ്യുവൽലെസ് ക്രോം എക്സ്റ്റൻഷൻ സെർച്ച് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇതിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു മോണിറ്റർ ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് നമ്മുടെ സ്ക്രീനിനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ നമ്മുടെ ക്ലാസ് എടുക്കുന്ന സ്ക്രീനിനെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ ഇതും ക്രോമിലേക്ക് ആഡ് ചെയ്യുക. ഡ്യുവൽലെസ് എക്സ്റ്റൻഷൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്രോമിൽ ടോപ്പ് റൈറ്റ് സൈഡിൽ നമുക്കിവിടെ എക്സ്റ്റൻഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിലിവിടെ ഡ്യുവൽലെസ് എന്ന എക്സ്റ്റൻഷൻ ആഡായിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്കിവിടെ കുറച്ചധികം സ്ക്രീൻ റേഷ്യോസ് ഇവിടെ കാണാം. 70-30 അല്ലെങ്കിൽ 40-60, 50-50, 60-40, 70-30 എന്നൊക്കെയുള്ള രീതിയിൽ, അതായത് ലെഫ്റ്റ് സൈഡിലെ എല്ലാം നമ്മൾക്ക് എത്രത്തോളം സ്ക്രീൻ സ്പേസ് ആവശ്യമാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാനാണ്. റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന പോർഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിസിപ്പൻസിന് വിസിബിൾ ആവുന്ന ഒരു ഓപ്ഷൻസ് ആണ്. ഇവിടെ ഡിഫോൾട്ടായിട്ട് ഇവരിവിടെ പറയുന്നത് 60-40 എന്നൊരു രീതിയിലാണ്. അതായത് 60% സ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നു, ബാക്കി 40% ഷെയർ ചെയ്യുന്നൊരു കൺസെപ്റ്റ്. അത് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 50-50 ഓപ്ഷനാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ കാണാം ഈ മീറ്റിൻ്റെ സ്ക്രീൻ മാത്രം 50%, അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ടാബുകളെല്ലാം മറ്റൊരു പോർഷനുമായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ പ്രസൻറ്റ് നൗ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ വിൻഡോ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. വിൻഡോ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ 2 വിൻഡോസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന നമുക്ക് ഷെയർ ചെയ്യേണ്ടത് ഏതാണോ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻറ്റിൻ്റെ സ്ക്രീൻ ഇനി എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഏത് രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക എന്ന് നോക്കാം. ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ പാർട്ടിസിപ്പൻറ്റിൻ്റെ കയ്യിലെ അല്ലെങ്കിൽ അയാളുടെ ഡിവൈസിലെ സ്ക്രീൻ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതിലെ ഏത് ഭാഗമാണ് ആ ഒരു പാർട്ടിസിപ്പൻറ്റിൻ്റെ ഡിവൈസിൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തതിലെ ബാക്കി സ്പേസിൽ നമുക്ക് ബാക്കി ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇത് തികച്ചും യൂസ്ഫുൾ ആയിട്ടൊരു ആഡ് ഓൺ ആണ് ഇൻ കേസ് നമുക്ക് മറ്റൊരു മോണിറ്റർ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാവുന്നതാണ് വളരെ ഈസിയായി.
ഏതൊക്കെ രീതിയിൽ ഈ 3 ഗൂഗിൾ ക്രോം എക്സ്റ്റൻഷൻസ് എഫക്റ്റീവായി ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ കീപ് ഷെയറിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.